Hi, this is Archana from Tiju's Academy. In IELTS speaking, there is a tendency to make mistake in the usage of was and were. So today, we are going to see how to use was and were appropriately in speaking. The very basic idea is that was is used when the subject is singular and were is used when the subject is plural. വളരെ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാസ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോഴും വേ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ളപ്പോഴുമാണ്. Let's see, for IELTS speaking, there are people who are not interested in studying the grammatical patterns or information regarding this was and were or anything else. So for such people, there is an easy way to study this. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഓർത്തിരിക്കാം. അതിന് ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ വാസും വെയറും ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, വാസ് ഇസ് യൂസ്ഡ് വിത്ത് ഐ, ഹി, ഷീ, ഇറ്റ്. വാസ് യൂസ് ചെയ്യുന്നത് ഐ, ഹി, ഷീ, ഇറ്റ്. വളരെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഞാൻ എന്ന് പറയുമ്പം ഐ വാസ്, അവൻ, അവൾ, ഹി ഓ ഷീ വാസ് എന്നാണ് പറയുന്നത്. ഇറ്റ് അതെന്തെങ്കിലും ഒരു തിങ്ങിനെ സിഗ്നിഫൈ ചെയ്യുന്നതായിരിക്കും. ഇറ്റ് വാസ്. ഇപ്പോൾ വാസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടിയാണ്. വേർ ഇസ് യൂസ്ഡ് വിത്ത് യു, വി ആൻഡ് ദേ. ആൻഡ് ദിസ് യു ക്യാൻ ബി ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. നീ അല്ലെങ്കിൽ നിങ്ങൾ, അതാണ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വി ഞങ്ങൾ, നമ്മൾ, ദേ അവർ. സോ യു, വി ആൻഡ് ദേ, ഈ മൂന്ന് വേർഡ്സിൻ്റെയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറാണ്. സോ എക്സാം പാസ്സാവണം, ഗ്രാമറിനെ കുറിച്ച് ഒരുപാട് അറിയാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. സോ വാസ് ഇസ് യൂസ്ഡ് വിത്ത് ഐ, ഹി, ഷീ ആൻഡ് ഇറ്റ്. വേർ ഇസ് യൂസ്ഡ് വിത്ത് യു, വി ആൻഡ് ദേ. ഫ്രീക്വൻറ്റ് മിസ്റ്റേക്സ് ഹാപ്പൻസ് ഇൻ ദ യൂസേജ് ഓഫ് യു. യു ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് കണ്ടുവന്നിട്ടുള്ളത്. യു വാസ് എന്നാണ് പലരും പറയാറുള്ളത്, പക്ഷേ യു വേർ എന്നുള്ളതാണ് ആക്ച്വൽ യൂസേജ്. Hope this video is helpful. Thank you.